ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്നേക്ക് 79 വർഷം കഴിഞ്ഞു. നമുക്കറിയാം, ഓഗസ്റ്റ് 15 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് സ്വത്തുക്കൾ, സമ്പത്തുകൾ, അങ്ങനെ ഒരുപാട് വിലയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വസ്തുക്കൾ അവർ കൊണ്ടുപോയി. മാത്രമല്ല നമ്മുടെ ഭാഷകളും. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ പിന്നിൽ ഒരു ഇന്ത്യൻ ഒറിജിനേഷനുണ്ട്. ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് പോയ വാക്കുകളുണ്ട്. ഏതാ നമുക്ക് നോക്കണ്ടേ? വരൂ, നമുക്ക് നോക്കാം. ഒരുപാട് ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒറിജിനേഷൻ വന്നത് നമ്മുടെ ഇന്ത്യൻ ഭാഷകളായ സംസ്കൃതം, ഹിന്ദി, ബംഗാളി, അതുപോലെ തന്നെ തമിഴ് എന്ന ഭാഷകളിൽ നിന്നാണ്. നമുക്കൊരു വേർഡ് എടുക്കാം, ബംഗ്ലോ. നമ്മൾ ബംഗ്ലാവ് എന്ന് പറയില്ലേ, ബഡായി ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ ബംഗ്ലോ. ഈ ബംഗ്ലോ ശരിക്കും ഇന്ന് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ബംഗ്ലോ എന്ന് വെച്ചാൽ എന്താ? വീട്, വലിയൊരു വീട്. എന്നാൽ ഈ ബംഗ്ലോ എന്ന വേർഡ് ഇന്ന് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഒറിജിനേഷൻ നമ്മുടെ ഹിന്ദി വേർഡ്, നമ്മുടെ ഹിന്ദി ഭാഷയിലുള്ള ബംഗ്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഒറിജിനേഷൻ. രണ്ടാമത് കറി. ഇന്ന് കറി നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കാണാൻ സാധിക്കുന്ന ഒരു വേർഡ് തന്നെയാണ്. കറി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ കറി ഇല്ലേ, മെയിൻ കറി, എന്തൊക്കെ തരത്തിലുള്ള കറിയുണ്ട്. ഇന്ന് ഈ കറി എന്ന് പറഞ്ഞ വേർഡും നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലും, അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കറി. അടുത്തൊരു വേർഡ് നോക്കുകയാണെങ്കിൽ ലൂട്ട്, LOOT, ലൂട്ട്. ഈ ശശി തരൂരുടെ ഒരുപാട് സ്പീച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ദി ബ്രിട്ടീഷേഴ്സ് ലൂട്ടഡ് അവർ കൺട്രീസ് വെൽത്ത്. സോ എന്താണ് ഈ ലൂട്ട്? ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ കവർച്ച നടത്തി സാധനങ്ങൾ എടുക്കുക. അതിനാണ് ലൂട്ട് എന്ന് പറയാം. ഈ ലൂട്ട് എന്ന വേർഡിൻ്റെ ഒറിജിനേഷൻ വരുന്നത് ഹിന്ദിയിൽ നിന്നാണ്. ലൈക്ക് ലൂട്ട് ലിയ എന്ന് ഹിന്ദിയിൽ പറയാം, അതായത് കവർന്നെടുത്തു. അടുത്തൊരു വേർഡ് ഭയങ്കര ഫെമിലിയർ ആണ്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഷാംപൂ. ഈ ഷാംപൂ എന്ന വാക്ക് അതിൻ്റെ ഒറിജിനേഷൻ വരുന്നത് ഹിന്ദി ഭാഷയിൽ നിന്നാണ്. അതായത് ചമ്പു എന്ന് പറയും. ചമ്പു എന്ന് വെച്ചാൽ ഈ ഹെഡ് മസാജ്, അല്ലെങ്കിൽ ഇതിനൊക്കെയാണ് നമ്മൾ ആക്ച്വലി ചമ്പു എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഒരു ഒറിജിനേഷൻ, അതിൻ്റെയൊക്കെ ഒരു മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഇംഗ്ലീഷിൽ ഷാംപൂ എന്ന് വാക്ക് വന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചില വേർഡ്സ് നോക്കാം. നമുക്കറിയാം, സ്ത്രീകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഭരണമാണ് ഈ വളയ്ക്ക് നമ്മൾ എന്താ പറയുക? ബാംഗിൾസ് എന്ന് പറയും അല്ലേ. എന്നാൽ ഈ ബാംഗിൾസ് എന്ന് പറഞ്ഞ വേർഡും നമ്മുടെ ബംഗാളി വേർഡ് ബംഗ്ലി എന്ന് വേർഡിൻ്റെ ഒറിജിനേഷനാണ്. അതിൻ്റെ ഒറിജിനേഷനാണ് നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് ബാംഗിൾസ് എന്ന് കാണാൻ പറ്റുക. പിന്നെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ വേർഡ്സ് ഏതാ നമുക്ക് എടുക്കാൻ പറ്റുക? ഓക്കെ, അവതാർ. നമ്മൾ അവതാരം എന്നൊക്കെ പറയില്ലേ, ഒരു അവതാരം നമ്മുടെ ഇംഗ്ലീഷ് സിനിമ അവതാറുണ്ട്. എന്നാൽ ഈ അവതാരം എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മുടെ സംസ്കൃത് വേർഡ് അവതാരം അല്ലെങ്കിൽ അവതാര. അങ്ങനെയാണ് ഈ അവതാർ എന്ന വേർഡ് ഇംഗ്ലീഷിൽ വന്നത്. സോ ഇത്രയും വേർഡ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് വേർഡ്സ് ഇനിയുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ, പക്ഷെ നമ്മൾ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ്സ് അറിയാവുന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ബിലോ.